തിരുവനന്തപുരം വർക്കലയിൽ ലഹരി സംഘങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന്റെ പകയിൽ വയോധികനെ വെട്ടിക്കൊന്നു. താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനാണ് കൊല്ലപ്പെട്ടത്. 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഷാജഹാൻ കടൽ തീരത്തുകൂടി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ പതിയിരുന്ന സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. അക്രമി സംഘത്തിലെ ഒരാൾ പിടിയിലായി. 5ാം പ്രതി ആഷിറാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ലഹരി സംഘങ്ങളെക്കുറിച്ച് പരാതി നൽകിയിട്ടും വർക്കല പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് കൊലപാതകത്തിന് ഇടയാക്കിയതെന്ന് ഷാജഹാന്റെ ബന്ധുക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. തുടരെ പരാതിപ്പെട്ടപ്പോഴെല്ലാം നിരുത്തരവാദപരമായ സമീപനമാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായതെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു. വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. വർക്കലയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷാജഹാന്റെ ബന്ധുക്കളാണ് നമുക്കിപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവര് നിത്യമായിട്ട് ഈ പിള്ളേര് പള്ളി വെട്ടൂർ ജമാഅത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് ഈ മയക്കുമരുന്നും കള്ളുകുടിയും അക്രമങ്ങളൊക്കെയാണ്. അങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് കാസി മെമ്പറിന്റെ മോൻ പരാതി പോലീസ് സ്റ്റേഷനിൽ 3 പ്രാവശ്യം കൊടുത്തു. 3ാമത്തെ പ്രാവശ്യം പരാതിയും കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അവന് ഈ കോശിയുടെ മോനെന്ന് പറയുന്നു ബൈക്കിൽ വന്ന് ബേക്കിൽ നിന്ന് അടിച്ച് താഴത്തിട്ട്. അതുകൊണ്ട് SP അടുത്ത് വർക്കല SP അടുത്ത് പോയി പരാതി കൊടുത്തപ്പോൾ SP അവൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ തെളിവ് കൊണ്ടുവരാം, അടിച്ചിട്ടതിന്റെ തെളിവ് കൊണ്ടുവരാം, എന്നാലും അതിന് നടപടി എടുക്കാൻ വയ്യ. അപ്പൊ എത്ര എടുത്തില്ല. 4 പ്രാവശ്യം പരാതി കൊടുത്തു. 4 പ്രാവശ്യവും ഈ പോലീസ് നടപടി എടുത്തില്ല. കൊലപാതകം ചെയ്തതിനു ശേഷം വെച്ച് ഇവന്മാര് കൊലപാതകം നടത്തിയതിനു ശേഷം വെച്ച് ഈ പോലീസ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? കൊലപാതകം ചെയ്തതിനു ശേഷം അവനൊക്കെ പിടിക്കാനും പോലീസിന് വഴിയില്ല. ഈ മർദ്ദിച്ചെന്നുള്ള പരാതി കൊടുത്തതിന് പിന്നാലെയാണല്ലോ ഈ കൊലപാതകം നടന്നത് തന്നെ. പോലീസിന്റെ ഒരു നടപടി ഉണ്ടായില്ല. പോലീസിന്റെ ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല. പോലീസിന്റെ 24 വയസ്സെന്ന 6 പിള്ളേര് അവന്റെ കൂട്ടാളികൾ. ഈ 6 പിള്ളേരെ 24, 23 വയസ്സെന്ന 6 പിള്ളേരെ പിടിക്കാൻ ഈ പോലീസിന് പറ്റിയില്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നത്? പോലീസ് നമ്മളെ നീതി പണം കൊണ്ടാണ് അവർ ശമ്പളം വാങ്ങുന്നത്. എന്തിനാ അവിടെ ഇരിക്കുന്നത്? ആ ശമ്പളം എന്തിനാ അവർ വാങ്ങുന്നത്? ഒരാളുടെ കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം വെച്ച് ഇവർക്ക് ഇനി എന്ത് നടപടിയാണ് അവിടെ ചെയ്യാനുള്ളത്? എന്ത് നടപടിയാണ് ചെയ്യാനുള്ളത്? ഇവർ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി രാത്രി ഇരുന്നപ്പോഴത്തേക്ക് അവര് 4 ജീപ്പ് വന്ന് വെട്ടൂര് ജംഗ്ഷനിൽ കിടന്നിട്ട് അതിൽ കിടന്ന് ഉറങ്ങുന്നത്. അതിനാണോ പോലീസ്? ഈ 6 പ്രതികളെ വീട്ടിൽ ചെന്ന് അവർക്ക് ബന്ധപ്പെട്ടവരെ എന്തുകൊണ്ട് ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല? ഒരു കൊച്ചു അടിക്കേസ് വന്നാൽ അവർ ഓടി വന്ന് ബന്ധുക്കളെ പിടിച്ചോണ്ട് പോകും. ഒരു കൊലപാതകം നടന്നിട്ട് ഈ ചെയ്തവന്മാരെ വീട്ടിൽ നിന്ന് ഒരാളിനെ പോലും കസ്റ്റഡിയിൽ എടുത്തില്ല. ഒരു നടപടി മുന്നോട്ട് അവർ കൊണ്ടുപോയില്ല. എന്ത് കാരണത്താൽ? അത് ഞങ്ങൾക്ക് അറിയണം. നിങ്ങളും കൂടെ ഞങ്ങൾക്ക് കൂടി സപ്പോർട്ട് നിന്ന് ഇതിനുള്ള തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഒരു മോനെ കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോലും ഒരു വണ്ടി പോകുമ്പോഴത്തേക്കുമാണ് അടി ഇങ്ങനെ വരുന്നത്. വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ മാറിയപ്പോൾ കിക്കാട മുഖത്തം കൊണ്ട് താഴെ വീണു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, നിങ്ങൾ എന്നെ അടിക്കല്ലേ, ഞാൻ വയസ്സെന്നവനാണ്, എന്നെ അടിക്കല്ലേ, നിങ്ങൾക്ക് ആള് മാറി. അപ്പോൾ മൊബൈലിന്റെ ടോർച്ച് ഇങ്ങനെ തെളിച്ചെടുത്തെന്ന് പറഞ്ഞു. ഇല്ലടാ, നിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വെട്ടണേന്ന് പറഞ്ഞിട്ടാണ് വെട്ടിയത്. എന്റെ സഹോദര, ഞങ്ങൾക്ക് വയ്യ. അടിച്ചു അവിടെ ഇട്ടിരിക്കുന്നു, നീ ചെന്നടി എന്ന് പറഞ്ഞൊരു വഴക്കും പറഞ്ഞിട്ട് ചീത്തയും പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പോലും. ജോയിയുടെ അടുത്ത സുഹൃത്താണ്, ജോയിയുടെ സഹോദരനാണ് ഈ കിടക്കുന്നത്. സഹോദരനെ പോലെയാണ് നമ്മളെ MLA B ജോയിയുടെ സഹോദരനെ പോലെ വലം കൈയായ മനുഷ്യനെയാണ് വെട്ടിക്കൊന്നിട്ടേക്കുന്ന. ജോയി MLA, നിങ്ങളെ പാർട്ടി എവിടെ പോയി? ഈ മനുഷ്യർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളെ പാർട്ടി എവിടെ പോയി? നിങ്ങൾ എവിടെ പോയി കിടക്കുന്നു? ഇന്ന് എത്ര മണിക്കൂറായി? രാത്രി 8:30 നടന്ന സംഭവമാണ്. ഈ സമയമായിട്ട് ഒരു മനുഷ്യനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പരാതികൾ ലഭിച്ചിട്ടും കൃത്യമായിട്ടും പോലീസ് ഇടപെട്ടില്ല. അക്കാര്യങ്ങളാണ് ഷാജഹാന്റെ ബന്ധുക്കൾ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. എത്രയും വേഗം പ്രതികളെ പിടികൂടുക എന്ന ഒരു കാര്യമാണ് പോലീസിന് മുന്നിൽ ഉള്ള കാര്യവും. C വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.